My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 310 എപ്പിസോഡിൽ ഓറം മെറ്റാലിക്കം എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് പർട്ടിക്കുലർ സിംറ്റംസാണ് വരുന്നത്, കണ്ണ്, ചെവി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിംറ്റംസാണ് വരുന്നതെങ്കിലും ഹോമിയോപ്പതിക് ഫിലോസഫിയുടെ അല്ലെങ്കിൽ ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ്റെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ കെൻ്റ് ഇവിടെ സാന്ദർഭികമായിട്ട് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. പ്രയോഗത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന യഥാർത്ഥ രോഗശാന്തിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചില സൂചനകളാണ് ഇവിടുത്തെ കണ്ടുതരുന്നത്. കൂടാതെ വളരെ വിചിത്രമായ ചില കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൽക്കേറിയമായിട്ടും മറ്റൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു താരതമ്യമൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. There are disturbance in the eyes of a catarrhal character, even to the extent of ulceration and infiltration of the various coatings of the eye. ഇപ്പോൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, അതിൽ കഫസംബന്ധമായിട്ട് ഒരു സാഹചര്യം, അത് ചില പഴുപ്പിലേക്ക് വരെ എത്താം. അതുകൂടാതെ കണ്ണിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മറ്റു വസ്തുക്കൾ ഒന്ന് അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. ഐറൈറ്റിസ്, കണ്ണിൻ്റെ വെള്ളയിൽ വീക്കം, ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ദ വോൾ വിഷ്വൽ അപ്പാരറ്റസ്, ഒരു കണ്ണെന്ന് പറയുന്ന അവയവത്തിൽ മൊത്തത്തിൽ നിരവധി കുഴപ്പങ്ങളുണ്ടാകുന്നു. സം ഓഫ് ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഐ വിൽ റീഡ് ഫ്രം ദ ബുക്ക്. ഇപ്പോൾ ടെക്സ്റ്റിൽ നിന്നും അത് എൻ്റെ വായിക്കുന്നതായിട്ടാണ് പറയുന്നത്, ഞാനത് വായിക്കാം. പക്ഷേ അതിൽ അങ്ങനെ വായിക്കുമ്പോൾ, അപ്പം ഞാൻ അത് വായിക്കാം, പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് കെൻ്റ് പറയുമ്പോൾ, വിദ്യാർത്ഥികളാൽ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് വ്യംഗ്യം. ബട്ട് റിമെമ്പർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വി മസ്റ്റ് ഓൾവേസ് ഹാവ് ഇൻ വ്യൂ. അതിങ്ങനെ പർട്ടിക്കുലേഴ്സ് ഇങ്ങനെ വിസ്തരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നിൽ, അതിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്ന അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് പറയുന്നത്. റിമെമ്പർ ദ മെൻ്റൽ സ്റ്റേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനമായ അതിൻ്റെ ഫൾക്രം എന്ന് പറയാവുന്ന മാനസികാവസ്ഥ, ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓറത്തിൻ്റെ കാര്യത്തിൽ ദ മെർക്കുറിയൽ ആൻഡ് സിഫിലിറ്റിക് സ്റ്റേറ്റ്സ്. ഓറത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ മെൻ്റൽ കണ്ടീഷൻ, മെർക്കുറിയൽ കണ്ടീഷൻ. നമ്മൾ മെർക്കുറിയൽ കണ്ടീഷൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. അതിൻ്റെ തലമുറകൾ കൈമാറിയ അവസ്ഥയിലാകാം. സിഫിലിറ്റിക് സ്റ്റേറ്റ്, അതും തലമുറ കൈമറിഞ്ഞ അവസ്ഥയിലാകാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിൻ്റെ പർട്ടിക്കുലർ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ അതിനെ കാണാൻ. ദ ഗോട്ടി ടെൻഡൻസി, ഒരു വാദസംബന്ധമായ ഒരു അവസ്ഥയും ഓറം മെറ്റാലിക്കത്തിൻ്റെ പൊതു സ്വഭാവത്തിലുണ്ട്. ആൻഡ് ദ കംപ്ലൈൻസ് ദാറ്റ് ബിലോങ്സ് ടു ജോയിൻസ്, സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലക്ഷണങ്ങൾ, സന്ധികളോട് ചേർന്ന് വരുന്ന അവസ്ഥ. റിമെമ്പർ ദ കാർഡിയാക് ഡിസ്റ്റർബൻസ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഓറം മെറ്റാലിക്കിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പൊതു അവസ്ഥയുമായിട്ട് തന്നെ ചേർന്ന് വരുന്നതാണ്. ആസ് യു റിവ്യൂ ദ ഐ സിംറ്റംസ് വി ദസ് സീ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കണ്ണിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ മറക്കരുത്. കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ മുന്നിൽ കണ്ടുകൊള്ളണം. അത് ഓറം മെറ്റാലിക്കിൻ്റെ കാര്യത്തിനൊന്നല്ല, ഏത് ഔഷധത്തിൻ്റെ കാര്യത്തിലും പർട്ടിക്കുലേഴ്സിൻ്റെ ധാരാളിത്തത്തെക്കുറിച്ച് അതിലിങ്ങനെ നമ്മൾ അഭിരമിക്കുമ്പോൾ അതൊക്കെ ഫലിക്കുന്നത്, അതൊക്കെ ഫലവത്താകുന്ന, അല്ലെങ്കിൽ ഈ ഔഷധം അത്തരം പർട്ടിക്കുലേഴ്സിനെ ഹീൽ ചെയ്യുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ഓർക്കുക എന്നാണ് കെൻ്റ് ഇവിടെ വീണ്ടും പറയുന്നത്. ഫോട്ടോഫോബിയ, പ്രകാശത്തിലുള്ള ഭയം, അത് കൊട്ടേഷനാണ്. വീക്ക് സൈറ്റ് ആൻഡ് ഐസ്, കണ്ണിന് ക്ഷീണമുണ്ട്, കാഴ്ചക്കും മങ്ങലുണ്ട്. വീണ്ടും കൊട്ടേഷനാണ്. ബൈ ഗ്യാസ് ലൈറ്റ് എ നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്ലോട്ടിംഗ് സ്പെക്സ് ആൻഡ് ഡോട്ട്സ് ആർ സീൻ. ഗ്യാസ് ലൈറ്റ് എന്ന് പറയാൻ നേരത്ത് ഈ 1.5 നൂറ്റാണ്ട് മുമ്പുള്ള ഗ്യാസ് ലൈറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ US ഇവിടെയുള്ള പെട്രോമാക്സ് ലൈറ്റ്, അതാണെങ്കിൽ വളരെ ബ്രൈറ്റ് ലൈറ്റാണ്. നമ്മളുടെ ശക്തിയേറിയ LED ലൈറ്റുകൾക്ക് സമാനമായ ലൈറ്റുള്ള പെട്രോമാക്സ് ലൈറ്റ്, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിൽ വെറുതെ അത്ര വലിയ പ്രകാശമില്ലാതെ കത്തുന്ന ഗ്യാസ് ലൈറ്റുകളും ഉണ്ട്. ഇവിടെ ഏതാണൊക്കെ എൻ്റെ ഉദ്ദേശിക്കുന്നത് അറിയില്ല, പക്ഷേ മിക്കവാറും ഗ്യാസ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രൈറ്റ് ലൈറ്റായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ബ്രൈറ്റ് ലൈറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനെ കട്ടകൾ പോലെ ഇങ്ങനെ
പ്രകാശരേണുക്കൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നും, ഡോട്ട്സ് ഇങ്ങനെ പൊട്ടുകൾ പോലെ തോന്നും. അത് കൊട്ടേഷനാണ്. ഐസ് അമീറഡ് ബൈ മൂൺലൈറ്റ്, പക്ഷെ സൗമ്യമായ നിലാവെളിച്ചത്തിൽ കണ്ണുകൾക്കൊരു സൂത്തിങ്ങാണുള്ളത്. ഈ ഒരു കോൺട്രാസ്റ്റ് പറയുന്നതുകൊണ്ടാണ് മറ്റേ ഗ്യാസ് ലൈറ്റ് ബ്രൈറ്റ് ആയിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുന്നത്. അങ്ങനെ ആകാനും വഴിയുള്ളൂ. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റിൽ ഇതേപോലെ സ്പോട്സും ഇങ്ങനെ കട്ടകളും മറ്റുമൊക്കെ കാണുന്നു. പക്ഷേ മങ്ങിയ പ്രകാശത്തിൽ, സൗമ്യമായ പ്രകാശത്തിൽ കണ്ണിന് നല്ല സൂത്തിങ്ങാണ്. ഈ ഒരു വിചിത്രമായ ലക്ഷണം, അത് കൊട്ടേഷനാണ്. ലാർജ് ലെറ്റേഴ്സ് കനോട്ട് ബി ഡിസ്റ്റിങ്ക്യൂഷ്ഡ്. വലിയ അക്ഷരങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. പൊതുവെ ചെറിയ അക്ഷരങ്ങളുടെ കാര്യത്തിലാണ് വരുന്നത്. ഇവിടെ നേരെ തിരിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓറം മെറ്റാലിക്കത്തെക്കുറിച്ചും ഓർക്കാവുന്നതാണ്. യെല്ലോ ക്രസന്റ് ഷേപ്ഡ് ബോഡീസ് ഫ്ലോട്ടിംഗ് ഒബ്ലിക്ലി അപ്വേർഡ് ഇൻ ഫീൽഡ് ഓഫ് വിഷൻ. ക്രസന്റ് ഷേപ്ഡ്, ഒരു മഞ്ഞ നിറത്തിലുള്ള രൂപങ്ങൾ മേലേക്ക് കാഴ്ച നമ്മുടെ ദൃഷ്ടിപഥത്തിൽ ഇങ്ങനെ ഉയർന്നുയർന്നു പോകുന്ന പോലെ തോന്നുന്നു. അതൊക്കെ ഓരോ പ്രൂവറുടെയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെയോ അനുഭവങ്ങൾ പറയുന്നതാണ്. വീണ്ടും കൊട്ടേഷനാണ്. ഇൻ അപ്പർ ഡാർക്ക് സെക്ഷൻ ഓഫ് ഫീൽഡ് ഓഫ് വിഷൻ ഒക്കേഷണൽ ഷവേഴ്സ് ഓഫ് ബ്രൈറ്റ് സ്റ്റാർ ലൈക്ക് ബോഡീസ്. കണ്ണിന് ദൃഷ്ടിപഥത്തിൻ്റെ മേൽഭാഗത്ത്, പൂർണ്ണമായ ദൃഷ്ടിയെത്താത്ത ഭാഗത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത് പോലെ, പ്രകാശരേണുക്കൾ പതിക്കുന്ന പോലുള്ള തോന്നൽ. ദാറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ കൽക്കേറിയ. കൽക്കേറിയിലത് കാണാം. കൽക്കേറിയ ലെക്ചറിൽ ആ കാര്യം എൻ്റെ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കൊട്ടേഷൻ വീണ്ടും. ഹെമിയോപ്പിയ ഓഫ് ദ ലെഫ്റ്റ് ഐ. പാതി കാഴ്ച, കാഴ്ച പകുതി മാത്രം കാണുന്നു. ഹെമിയോപ്പിയ, ഇടത് കണ്ണിന്. അത് കൊട്ടേഷനാണ്. ആൻഡ് സോ ഇറ്റ് ഗോസ് ഓൺ വിത്ത് മെനി ഓഫ് ദോസ് പെക്യുലർ തിങ്സ് ദാറ്റ് ക്യാൻ ഹാർഡ്ലി ബി ഡിസ്ക്രൈബ്ഡ് എക്സെപ്റ്റ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ ടെക്സ്റ്റ്. ഒരുപാട് ലക്ഷണങ്ങൾ, പെക്യുലർ ലക്ഷണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ. പ്രൊട്രൂഡിങ് ഐസ്, കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥ. പ്രൊട്രൂഷൻ ഓഫ് ദ ഐസ് സച്ച് ആസ് ഒക്കേഷൻ എഫിത്താൽമിക് ഗോയിറ്റർ വിത്ത് എൻലാർജ്മെന്റ് ഓഫ് ദ ഹാർട്ട്. ഹൃദയം വലുതാകുന്ന അവസ്ഥ അതിനോടുകൂടി ചേർന്ന് വരുന്നുണ്ട് ഇവിടെ. ഹാസ് ബീൻ ക്യൂർഡ് ബൈ ഓറം. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്ന കണ്ണ് പുറത്തേക്ക് തള്ളി വരലും ഹൃദയം വലുതാകുന്ന അവസ്ഥയും ഇതെല്ലാം കൂടി ചേർത്ത് വരുന്നൊരവസ്ഥകളിൽ ഓറം അത് കവർ ചെയ്യുന്നുണ്ട്. എൻലാർജ്മെന്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് വിത്ത് റാപ്പിഡ് ആൻഡ് ഫുൾ പൾസ്. തൈറോയിഡ് ഗ്രന്ഥി വലുതാകൽ, ഹൃദയമിടിപ്പ് കൂടുന്നൊരവസ്ഥ. എക്സോഫ്താൽമിക് ഗോയിറ്റർ ഹാസ് ബീൻ ക്യൂർഡ് ബൈ ഓറം നാട്രമ്യൂർ. അപ്പോൾ ഈ പറയുന്ന നേത്രഗോളം പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥ നാട്രമ്യൂറും കവർ ചെയ്യുന്നുണ്ട്. സ്റ്റെയറിംഗ് ഡ്രൈറി ലുക്ക്, ഒരു ഇരുട്ടിലേക്ക് നോക്കുന്ന പോലെ, ഇരുൾക്കാഴ്ച പോലെ. കൊട്ടേഷനാണ്. ഐറൈറ്റിസ് മാർക്ഡ് ബൈ മച്ച് പെയിൻ അറൗണ്ട് ഐ വിച്ച് സീംസ് ടു ബി ഡീപ്പ് ഇൻ ബോൺ. ഈ കണ്ണിൻ്റെ വെള്ളയിലുണ്ടാകുന്ന വീക്കം, കണ്ണിന് ചുറ്റും വല്ലാതെ വേദനയും, ഈ വേദന അസ്ഥികളിലേക്ക്, കണ്ണിൻ്റെ അടുത്തുള്ള ആ തലയോടിൻ്റെ ഭാഗമായ അസ്ഥിയിലേക്ക് വരെ കടന്നു പോകുന്ന തരത്തിലുള്ള വേദന. സച്ച് എ സ്റ്റേറ്റ് വുഡ് ബി ലൈക്ലി ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ സിഫിലിസ് ദാറ്റ് ഹാസ് ബീൻ ട്രീറ്റഡ് വിത്ത് മെർക്കുറി ആൻഡ് ഓറം വുഡ് കം ഇൻ ആസ് ആൻ ആൻറ്റിഡോട്ട് ടു ബോത്ത് സിഫിലിസ് ആൻഡ് മെർക്കുറി. അപ്പോൾ ഇങ്ങനെ അസ്ഥിയിലേക്ക് കടന്നു വരുന്ന വേദന, കണ്ണിൻ്റെ വീക്കമായിട്ട് ബന്ധപ്പെട്ട് അസ്ഥിയിലേക്ക് കടന്നു വരുന്ന വേദന വരുന്നത് സിഫിലിറ്റിക് മെർക്കുറിയൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അപ്പോൾ ഓറം മെറ്റാലിക്കത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അതിന് യോജിപ്പുണ്ട്. അത് ഓറം മെറ്റാലിക്കും അതിനെ ഹീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ഒരു സിഫിലിറ്റിക് നേച്ചറോ മെർക്കുറിയൽ പാരമ്പര്യമോ തലമുറ കൈമാറിയ അവസ്ഥകളോ ചിലപ്പോൾ ഉണ്ടാകാം. വീണ്ടും കൊട്ടേഷനാണ്. പ്യൂപ്പിൾസ് ഇറഗുലർലി ഡൈലറ്റ്ഡ്. കൃഷ്ണമണി ക്രമവിരുദ്ധമായി അത് അയവുള്ളതായിത്തീരുന്നു. അതിൻ്റെ ആ വൃത്താകൃതി നഷ്ടപ്പെട്ടു പോയിട്ട് അത് അയവുള്ളതായി വലുതാകുന്നു. ഇറ്റ് ഹാസ് കാറ്ററൽ സ്റ്റേജ് ഓഫ് ദ ഐസ്. ഇറ്റ് ഹാസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ കഞ്ചക്റ്റീവ. ആ പോളയുടെ ഉൾഭാഗത്ത് വീക്കം വരുന്നുണ്ട്. ഇറ്റ് ഹാസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ കഞ്ചക്റ്റീവ, കൊറോയിഡ്, ഐറിസ് ആൻഡ് റെറ്റിന. അപ്പോൾ കണ്ണിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന വീക്കം ഓറത്തിലുണ്ട്. വെൽ, സിഫിലിസ് ഡസ് ദിസ്. സിഫിലിസ് കൊണ്ട് ഇതുണ്ടാകും. സിഫിലിസിൻ്റെ സാഹചര്യത്തിൽ ടേക്കിംഗ് ഹോൾഡ് ഓഫ് ദ ഐ ഇൻ ജസ്റ്റ് ദിസ് വേ ആൻഡ് കോസിങ് ഗ്രേറ്റ് ഇൻഫിൽട്രേഷൻ. ഈ തരത്തിൽ കണ്ണിനെ ബാധിച്ച് അതിൽ വല്ലാത്ത തരത്തിൽ ഇൻഫിൽട്രേഷൻ ഉണ്ടാക്കുന്നു. മറ്റന്യ കോശം കലകളും മറ്റുമൊക്കെ വന്ന് പദാർത്ഥങ്ങളൊക്കെ വന്ന് കണ്ണിൻ്റെ കോശങ്ങളിൽ വന്ന് അടിയുന്നൊരവസ്ഥ വരുന്നു.
പെയിൻസ് റൗണ്ട് അബൌട്ട് ദ ഐ, കണ്ണിന് ചുറ്റും വേദന. ദ തിൻ പ്ലേറ്റ് ബോൺസ് ആൻഡ് ദ സ്കൾ ബോൺസ് ആർ ഓൾ സെൻസിറ്റീവ് ടു പ്രഷർ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസ്ഥികളിലൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു. ദ ബോൺ സീംസ് ടെൻഡർ, ഈ അസ്ഥികൾ വല്ലാതെ മൃദുലമാകുകയും സംവേദനകളുമാകുകയും ചെയ്യുന്നു. പെരിയോസ്റ്റൈറ്റിസ്, ഒപ്പാസിറ്റി ഓഫ് ദ കോർണിയ. സിഫിലിസ് ഓഫൺ ടേക്സ് ഹോൾഡ് ഓഫ് ദ ഇയർ. ഈ സിഫിലിസിൻ്റെ പ്രശ്നങ്ങൾ കാതിനെയും ബാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസിൽ 3ാം തലമുറയിലൊരു സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കാതിലെ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോയിരുന്നു. കേൾവി ചെറുപ്പം വരെ കുറവായിരുന്നു. ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കേൾവി ഇല്ലാതെയായി. പരിശോധിപ്പിക്കാൻ ഞാനും കൂടി മുൻകൈ എടുത്താണ് പരിശോധിപ്പിച്ചത്. കാതിലെ ഈ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോയെന്നാണ് അതിൻ്റെ റിസൾട്ട് കേട്ടത്. അപ്പോൾ അവർക്ക് സിഫിലിസും കാര്യങ്ങളും, പക്ഷേ അവളുടെ 2 തലമുറ മുൻപായിരുന്നു അവളുടെ അമ്മയുടെ അച്ഛന്. കേരീസ് ഓഫ് മാസ്റ്റോയിഡ് പ്രോസസ്, ആ കാതുമായിട്ട് ചേർന്ന് വരുന്ന ആ തലയോട്ടിയിലെ അസ്ഥിയുടെ ആ ഭാഗം അവിടെ ദ്രവിച്ചു പോകുന്നു. ഒബ്സ്റ്റിനേറ്റ് ഓട്ടോറിയ, ചലം വരൽ വല്ലാതെ രീതിയിൽ ചെവിയിൽ നിന്ന് പഴുത്ത് ചലം വരുന്നു. കേരീസ് ഓഫ് ദ ബോൺസ് ഓഫ് ദ ഇയർ, ചെവിയിലെ അസ്ഥികളിൽ പോടുണ്ടാകുന്നു. കൊട്ടേഷനാണ്. പാരോട്ടിഡ് സോളൻ പെയിൻഫുൾ ടു ടച്ച്, പാരോട്ടിഡ് ഗ്രന്ഥികൾ വീർക്കുന്നു സ്പർശിക്കുമ്പോൾ, ആ കവിളിൻ്റെയൊക്കെ ഭാഗത്തുള്ള ഗ്രന്ഥിയിലും സ്പർശിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നു. വീണ്ടും കൊട്ടേഷനാണ്. ഓവർ സെൻസിറ്റീവ് ടു നോയ്സ് ബട്ട് മ്യൂസിക് റിലീവ്സ്. നോയ്സിനോട്, ഒച്ചയോട് സംവേദനക്ഷമത, പക്ഷെ സംഗീതത്തോട് ഇഷ്ടമാണ്. സംഗീതം അത് അയാൾക്ക് ആശ്വാസം കൊടുക്കും. ഹമ്മിങ്, ബസിങ് ആൻഡ് റഷിങ് ഇൻ ഇയേഴ്സ്, ചെവിയിൽ മുകളിൽ ഒച്ച ബഹളമൊക്കെ ഉണ്ട്. റഷിങ് ഓഫ് വിൻഡ് ആൻഡ് ഫാളിങ് വാട്ടർ, ചെവിയിലിങ്ങനെ ഇരപ്പ്, അതെങ്ങനെയാണ് കാറ്റടിച്ച് കയറുന്ന പോലെ, വെള്ളച്ചാട്ടത്തിലുണ്ടാകുന്ന ശബ്ദം പോലെ. ഈ കൊട്ടേഷനാണ്. അനോയിങ് ഡ്രൈനസ് ഇൻ ഇയേഴ്സ് ആൻഡ് നോസ്, ഞാൻ നേരത്തെ അവരുടെ സുഹൃത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, മൂക്കിലും ചെവിയിലുമൊക്കെ വരണ്ടിട്ട് അത് വല്ലാതെ ശല്യം ചെയ്യും. ഞാൻ ഈ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞു, ആത്മഹത്യ അവസരമുള്ള ആൾക്ക് ആ ഒരു അവസ്ഥ മൂക്കിലൊക്കെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് ഓൾ ലൈക്ക് ദ കംപ്ലൈൻസ് ഓഫ് സിഫിലിസ് വിച്ച് ആർ ക്യൂർഡ് ബൈ ഓറം, ബട്ട് ഓറം ഓൾസോ കറസ്പോണ്ട് ടു ആൻഡ് ഹാസ് ക്യൂർഡ് മെനി ടൈംസ് ഒട്ടോറിയ ഫോളോയിങ് സ്കാർലറ്റ് ഫീവർ where there is often entire loss of drum of the ear and loss of bones. പൊതുവെ സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും ഈ സ്കാർലറ്റ് ഫീവറിന് ശേഷം വരുന്ന ചെവികൊഴുപ്പിനെയും ഓറം കവർ ചെയ്യും. നമ്മൾ നേരത്തെ പലപ്പോഴും കണ്ടു, സ്കാർലറ്റ് ഫീവറിനെ പിന്തുടർന്ന് ചെവിയിൽ പ്രശ്നങ്ങൾ വരുന്നൊരവസ്ഥ, അതിനെയും കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഡ്രം ഏതാണ്ട് മിക്കവാറും പോയി, അസ്ഥികളെ ബാധിച്ചു, അസ്ഥികൾ ദ്രവിച്ചു പോയി, ഒരവസ്ഥയെ പോലും ഇത് കവർ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് ഡസ് നോട്ട് റെസ്റ്റോർ ഹിയറിംഗ്, പക്ഷേ ഇത് കേൾവിയെ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഘടനാപരമായ മാറ്റങ്ങൾ വന്നുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയെക്കുറിച്ച് എൻ്റെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് എൻ്റെ പറയും. ഹോമിയോപ്പതി ടീച്ചേഴ്സ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആൻഡ് ദ പേഷ്യൻറ്റ് ഓൺലി. രോഗിയെ ചികിത്സിക്കാവൂ, രോഗിയെ മാത്രമേ ചികിത്സിക്കാവൂ, അയാളുടെ അവയവങ്ങളെയല്ല നിങ്ങൾ ചികിത്സിക്കേണ്ടത്. ആഫ്റ്റർ വിച്ച് ദ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ബിക്കം നോർമൽ. അങ്ങനെ ചെയ്യുമ്പോൾ കോശങ്ങളും കലകളും അവയവങ്ങളും ഒക്കെ അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് വരും. പക്ഷേ ആ ഒരു അവയവത്തെ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ചികിത്സക്ക് പോകുന്നതെങ്കിൽ ആ ഒരു റെസ്ട്രേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അവയവത്തിനും മേലാണ് രോഗി, മനുഷ്യൻ. ആ രോഗിയെ മൊത്തത്തിലെടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ ആ അവയവത്തിനുണ്ടാകുന്ന കോശങ്ങളിലും കലകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ അത് സ്വയമേവ അതിനെ പരിഹരിച്ചുകൊള്ളും. ദ വോൾ ഡ്യൂട്ടി ഓഫ് ദ ഫിസിഷ്യൻ ഈസ് ടു റെസ്റ്റോർ ഹെൽത്ത് ടു ദ പേഷ്യൻറ്റ്. ഒന്നാമത്തെ ആഫ്രസത്തിൽ പറയുന്ന കാര്യം കെൻഡ് ചെറിയ ഭാഷാ വ്യത്യാസം കൂടി പറയുകയാണ്. ഇങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ട ആ ഒരു ക്രമം, ആരോഗ്യാവസ്ഥ, അതാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. ഹോമിയോപ്പതി ഔഷധമല്ല. ഔഷധം എന്താണുള്ളത്? ഒരു 30th പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തുണ്ട്? മോളിക്യൂളുണ്ടോ, ആറ്റമുണ്ടോ, നാനോ പാർട്ടിക്കിളുണ്ടോ? ഒരു സാധനവുമില്ല, ഒരു സാധനവുമില്ല. അതിൻ്റെ ആ മീഡിയം എന്താണോ അതിൻ്റെ മോളിക്യൂൾസിൽ അതൊന്നുമില്ല. അപ്പോൾ ആ മരുന്നെന്ന് പറയുന്ന ആ സാധനം, ആ മെറ്റീരിയലിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലുള്ള ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, ആ ഫാക്ടർ, അത് ആ ജീവനെ, ആ ക്രമരഹിതമായി തീർന്ന അയാളുടെ
ജീവൻ്റെ അവസ്ഥയെ, ആ ജീവൻ്റെ തത്വത്തെ, അത് എക്സർട്ട് ചെയ്യുന്ന ജീവശക്തിയെ അതിനെ ക്രമപ്പെടുത്തുന്നു. ബാക്കി പണി ചെയ്യുന്നത് ആ ജീവനാണ്. ജീവന്റെ പണിയാണ് ജീവന്റെ ആധാരമായ, അല്ലെങ്കിൽ അതിൻ്റെ ഇരിപ്പിടമായ, അതിൻ്റെ ഭവനമായ ശരീരത്തെ ക്രമത്തിൽ ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ജീവന്റെ ധർമ്മമാണ്. ജീവൻ ചെയ്യുന്ന പണിയാണത്. ശരീരത്തെ വളർത്തിക്കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. അവയവങ്ങളെയൊക്കെ ആ ഭ്രൂണത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും വളർത്തിക്കൊണ്ടുവന്ന ആ ജീവൻ തന്നെയാണ്. ആ ജീവന്റെ പണി തന്നെയാണ് അതിനെ റിപ്പയർ ചെയ്യലും. അല്ലാതെ ഔഷധത്തിൻ്റെ പണിയല്ലത്. ഔഷധത്തിൻ്റെ പണി റെസ്റ്റോർ ചെയ്യുക, ക്രമരാഹിത്യത്തെ, ഇത് കുഴപ്പമുണ്ടോ എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുന്നതാണ്. ആ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പണി ചെയ്തുകൊള്ളും. വൈറ്റാലിറ്റിക്ക് തനതായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനൊരു അതേ ലെവലിലുള്ളൊരു ഏജൻറ്റ്, പൊട്ടൻസൈസ്ഡ് മെഡിസിൻ വേണം. ആ ഒരു സിഗ്നൽ കൊടുക്കുകയും ആ ജീവൻ്റെ ഇങ്ങനെ ക്രമരാഹിത്യമുണ്ട്, അതിൻ്റെ സ്വഭാവം ഇതാണ്, ഇങ്ങനെയുള്ള പൊതു ലക്ഷണങ്ങളാൽ, അതിൻ്റെ മൊഡാലിറ്റികളാൽ, അതിൻ്റെ പെക്യുലിയേഴ്സും പർട്ടിക്കുലേഴ്സിനും ആ വൈറ്റാലിറ്റിയുടെ ക്രമരാഹിത്യം ഇതാണ് അതിൻ്റെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു ഡോസ്, ആ ഒരു മെസ്സേജാണ്, ആ ഒരു സിഗ്നലാണ്. അത് ജീവന് മനസ്സിലാക്കാവുന്ന ജീവൻ്റേതായിട്ടുള്ള ആ ലെവലിൽ, അത് തികച്ചും ഇമ്മെറ്റീരിയൽ ലെവലാണത്. ആ ലെവലിൽ കൊടുത്താലേ ജീവനത് മനസ്സിലാവുള്ളൂ. അങ്ങനെ കൊടുക്കുന്നു, ജീവന് കാര്യം മനസ്സിലാകുന്നു, ബാക്കി പണി ചെയ്യുന്നത് ജീവനാണ്, അല്ലാതെ മരുന്നോ അതിലെ കണികകളോ അല്ല. ഔഷധങ്ങളിൽ കണികകളും മറ്റുമൊക്കെ തേടിപ്പോകുന്ന രീതികൾ, അത് അവരൊന്ന് അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതെങ്ങനെയാണ് ഈ കണങ്ങൾ, നാനോ കണങ്ങളൊക്കെ എന്ത് പണിയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ആ ഈ ഒരു പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവ് വെച്ച് അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദീസ് തിങ്സ് വിൽ ഓൺലി ബ്രിങ് ഓൺ ബോൺ ഡിസീസ് ആൻഡ് ട്യൂബർക്കുലർ ട്രബിൾസ്. ഈ പ്രശ്നങ്ങൾ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വി ഹാവ് ദ നോ സ്പെഷ്യലിസ്റ്റ് വിത്ത് ദെയർ ലോക്കൽ ആപ്ലിക്കേഷൻസ്. മൂക്കിൻ്റെ വിദഗ്ധന്മാരുണ്ട്, അവർ ലേപനങ്ങളും മറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഔഷധങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. ദീസ് തിങ്സ് വിൽ ഓൺലി ബ്രിങ് ഓൺ ബോൺ ഡിസീസ്. ഇത്തരം പരിപാടികൾ കൊണ്ട് അസ്ഥികളിൽ കുഴപ്പമുണ്ടാകും. ആൻഡ് ട്യൂബർക്കുലർ ട്രബിൾസ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നം ഉണ്ടാകും. അതിൻ്റെ ഒരു റിവേഴ്സായിട്ട്, നമ്മൾ നേരത്തെ കണ്ടൊരു റിവേഴ്സായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. നേരെ പോയിട്ട് ആ ശ്വാസകോശത്തിലേക്ക് പോകും. ദ സ്റ്റോപ്പ് ദ ഡിസ്ചാർജ് ഫ്രം ദ നോസ്. മൂക്കിൽ നിന്നുള്ള സ്രവത്തെ അവർ നിർത്തും. ആൻഡ് ഓഫ് കോഴ്സ് നേച്ചർ മസ്റ്റ് ഹാവ് എ വെന്റ് സംവെയർ. പ്രകൃതിക്ക്, ജീവന്റെ പ്രകൃതിക്ക് ഒരു തുറവി വേണം. അല്ല, മാലിന്യങ്ങൾ പുറത്തുള്ള ഒരു തുറവി വേണം. രോഗാവസ്ഥയുടെ ഫലമായുണ്ടായ മാലിന്യങ്ങൾ പുറന്തള്ളാൻ ഒരു തുറവി വേണം. ഒരു വീടിന് വെന്റിലേഷൻ വേണം. അടിച്ചു കഴുകി കളയാണ്ട് ദ്വാരങ്ങൾ വേണം. ഒന്നുമില്ലാതെ അടച്ചു കൂട്ടി വീടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ ജീവന് നിലനിൽക്കാൻ പറ്റുമോ? ഒരു വെന്റ് വേണം. ആ ഒരു തുറവി വേണം. ആ തുറവി അടച്ചു കളയുമ്പോൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ പല വഴികൾ നോക്കും. ശ്വാസകോശത്തിലൂടെ, വൈറ്റൽ ഓർഗൻസിലേക്ക് വരുന്നു, വൃക്കയിലൂടെ. അതൊക്കെയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ തുറവികളെ അടച്ചു കളയരുത്. തുറവിലായിട്ട് നിൽക്കുകയും അതിനെ ഉപയോഗിക്കാൻ ആ ജീവശക്തിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക. അത് ഹോമിയോപ്പതിക്ക് സാധിക്കുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യമാണത്. ആൻഡ് സോ ഷീ എസ്റ്റാബ്ലിഷസ് എ ഡിസ്ചാർജ് ഇൻ ദ ചെസ്റ്റ്. അപ്പോൾ ഈ ഒരു വെന്റടഞ്ഞു പോകുമ്പോൾ ഷീ എന്ന് പറയുന്നത് ആ ഒരു ജീവൻ, പ്രകൃതിക്ക് ഒരു മറ്റൊരു സ്ഥലത്ത് ആ ഡിസ്ചാർജിനെ കൊണ്ടുവരണം, ആ മാലിന്യത്തെ പുറന്തള്ളണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? അത് ചെസ്റ്റിലേക്ക് പോകുന്നു, ശ്വാസകോശത്തിലേക്ക് പോകുന്നു. പുറംലോകമായിട്ട് സംവേദനമുണ്ട് ശ്വാസകോശത്തിന്. പ്രാണവായു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നു, പ്രകൃതിയിൽ നിന്ന് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ദ ട്രബിൾ പ്രോഗ്രസ് ഫ്രം ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ഇൻ ലങ്. അപ്പോൾ ആ പ്രശ്നം മൂക്കിലെ ശ്ലേഷ്മസ്രകളിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ഇൻ ദ പാരക്കൈമ ഓഫ് ദ ലങ്സ്. പ്രാണവായു വിനിമയം ചെയ്യപ്പെടുന്ന ആ മേഖലയിലേക്ക് പോകുന്നു, ജീവന് ഭീഷണിയായിത്തീരുന്നു. ആൻഡ് ഈസ് ഓഫൺ ഓഫ് എ ട്യൂബർക്കുലർ ക്യാരക്ടർ. അതൊരു ക്ഷയരോഗ സ്വഭാവത്തിലേക്ക് എത്തുന്നു പലപ്പോഴും. ആൻഡ് ദെൻ ദീസ് മെൻ ടെൽ യു ദ ബാസിലൈ ഹാവ് കം. ദീസ് മെൻ, ഈ സ്പെഷ്യലിസ്റ്റുകൾ, അവർ പറയുന്നു, ക്ഷയരോഗാണുക്കൾ വന്നു, കുഴപ്പമുണ്ടാക്കിയതൊക്കെ ക്ഷയരോഗാണുക്കളാണ്. അതിൻ്റെ ആ ഒരു അശാസ്ത്രീയത ആണ് കെന്റ് പറയുന്നത്. ഈ ക്ഷയരോഗാണുക്കളൊക്കെ ഉണ്ട്, ചുറ്റുമുണ്ട്. അത് ശ്വസിച്ച് അകത്ത് കയറുന്നുണ്ട്.
അതെല്ലാവർക്കും ക്ഷയം ഉണ്ടാക്കുന്നില്ലല്ലോ. ക്ഷയരോഗാണുക്കൾ വന്നു, അങ്ങനെ ക്ഷയം ഉണ്ടായി എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഇന്ന് ഹോമിയോപ്പതിക്കെതിരെ നേരിടുന്ന അശാസ്ത്രീയത എന്ന പ്രയോഗത്തിന് തക്കതായ മറുപടി കെന്റ് പറയുകയാണ് ഇവിടെ. ഈ പറയുന്നത് അതാണ്, ദിസ് ഈസ് സ്പ്യൂരിയസ് സയൻസ്, വ്യാജശാസ്ത്രം. സ്പ്യൂരിയസ് സയൻസ്, വ്യാജശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഹോമിയോപ്പതി അല്ല. ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നിങ്ങൾ നിരന്തരം നേരിടും, പല ഇടങ്ങളിൽ നിന്ന് നേരിടും. ചോദ്യങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. നെഞ്ചു വിരിച്ചു നിന്ന് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ പറയുന്ന ക്ഷയരോഗാണുക്കൾ വന്നിട്ട് ക്ഷയമുണ്ടാക്കി എന്ന് പറയുന്നതാണ് വ്യാജശാസ്ത്രം, സ്പീരിയസ് സയൻസ്. അല്ലാതെ അവിടെ വരുന്നത് സ്കാവഞ്ചേഴ്സായിട്ട് വരുന്നതാണ്. അവിടെ ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയുണ്ടായി, അപ്പോൾ പുറത്തു നിൽക്കുന്ന ക്ഷയരോഗാണുക്കൾ അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷയരോഗി ചുമച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എത്രയോ കോടി രോഗാണുക്കൾ ആ പരിസരത്ത് പിറക്കും. അത് കയറുന്ന എല്ലാവർക്കും ക്ഷയം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ ആ ക്ഷയരോഗാണുക്കളെ കൊണ്ട് ആവശ്യമുള്ള, അതായത് സ്കാവഞ്ചേഴ്സായിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കത് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എന്താണ് സ്പ്യൂരിയസ് സയൻസ് എന്ന് നിങ്ങൾ ശരിയായിട്ട് ഇത് ഗ്രഹിക്കുകയും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നെഞ്ചു വിരിച്ചു നിന്ന് വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യണം. ക്ലീൻ ഹെൽത്തി ടിഷ്യൂസ് ആർ ദ ഓൺലി സേഫ് ഗാർഡ്. അപ്പോൾ ആരോഗ്യകരമായ വൃത്തിയുള്ള, ക്ലീൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക, വൃത്തിയുള്ളത്. വൃത്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളെ ആണ് പുറത്തേക്ക് ഈ വെന്റ് വഴി പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ വൃത്തി വരണം, അല്ലാതെ അതിനെ അടച്ചുപൂട്ടി വേറെ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. മൂക്കിൽ നിന്നും കാതിൽ നിന്നും മാറ്റി കൊണ്ടുപോയി ശ്വാസകോശത്തിലിട്ട് എന്താ കാര്യമുള്ളത്? വൃത്തിയാകണം. ഹെൽത്തി, ആരോഗ്യകരമായ കോശങ്ങളും കലകളും ഉണ്ടാകണം. അതാണ് സേഫ് ഗാർഡ്. പുറമേ നിന്ന് വരുന്ന 100,000 തരം രോഗാണുക്കൾക്കെതിരെയുള്ള സേഫ് ഗാർഡ് വൃത്തിയുള്ളതും ആരോഗ്യകരമായ നിങ്ങളുടെ കോശങ്ങളും കലകളും അവയവങ്ങളുമാണ്. അതാണ് ഹോമിയോപ്പതി ഔഷധങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ചുള്ള കുറച്ചുകൂടി വ്യക്തമായ വിശദീകരണം. അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കുക. ഇതേപോലുള്ള കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾക്ക് എൻ്റെ അടുത്ത എപ്പിസോഡുകൾ തരുന്നുണ്ട്, നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.